என்ன சத்தியமூர்த்தி இந்த மாதிரி பேசுறேன்? அந்த சின்னாடன் ராஸ்கல்ஸ் கொடுക്കുന്നதிலும் ஜாஸ்தி நான் கொடுக்குறேன். ഓ ശരി ശരി നേരി പാക്കറ. എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം? പ്രശ്നം ആ ചിന്നാടന്മാർ തന്നെ. നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാർ പല രീതിയിൽ ശ്രമിക്കുക. എങ്കിൽ പിന്നെ ആ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ? അപ്പാ ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ. അത് വേണ്ട, ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല, അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് കച്ചവടമാണെങ്കിലും അതിലുണ്ട് ഒരു നേരുന്നറിയും. ഇന്നേ വരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത്. എന്ന് വെച്ചാൽ സത്യമൂർത്തിയുടെ നീ ഇതിലിടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല, വിട്ടുകള. ഞാനേ സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. ആ ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന്. എന്താടാ? വീട്ടിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? മരിച്ചിട്ട് കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവാത്രേ. എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാകരന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കുക അല്ലേ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എൻ്റെ തലയിലാകുമോന്ന് വൈഫിനൊരു പേടി. ഒന്ന് രണ്ടു വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു. തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക. അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. വൈകി അവിടെ എത്താൻ രാത്രിയാവും. എന്റെ മോളെ നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും. 10 ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഗോപികയെ ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം. അവളെ എനിക്ക് തന്നൂടെ? ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. വാ മോളെ. വലതുകാല് വെച്ച് കയറിക്കോ മോളെ. ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടത് എനിക്ക്. മനസ്സിലായോ? എടോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ. അതങ്ങ് ചെയ്തോണ്ടാ മതി. ഡീസന്റ് സ്ഥലമാടോ വാളയാർ. സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സർ. വല്ലവരും പറയുന്ന കേട്ടതല്ലാണ്ട് തനിക്കെന്തറിയാടോ വാളയാറിനെ പറ്റി? പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്, സങ്കര ഭാഷ, വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,000, പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ്, 10 ഹെഡ് കോൺസ്റ്റബിൾസ്, 2 ASI, 1 SI. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. ഇതല്ലേ സർ വാളയാർ? ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല, വേണ്ട. പക്ഷേ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു SIയുടെ അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സർ. യെസ്. താങ്ക് യു സർ. കയ്യിൽ ഒതുങ്ങോടാ ചേട്ടൻ പോയി കൊടുത്തു.
ഏയ്, നിർത്ത. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്താ സാർ സാർ എന്തിനാ സാർ കാര്യത്തെ പറയും സാർ സാർ എന്താണ് പോലീസിൽ കിടന്ന് വഴി മാറിപ്പോയത്? സാർ ഈ സാർ കൈമടക്ക് ചോദിക്കുന്നത് പേടിച്ചാ. എന്താണ് വണ്ടിയില്? കോഴിയാ സാർ, നല്ല വയറ്റിലകൻ കോഴി. ആ കോഴിയൊക്കെ വലിച്ച് പുറത്തേക്ക് ചെക്ക് ചെയ്യണോ? സാർ അവരോടായിട്ട് പോയി കയറി പറയും സാർ. സാർ അതിനകത്ത് ഒന്നുമില്ല സാർ, ഞാൻ പറഞ്ഞത് വിശ്വസിക്കും സാർ. അതിനകത്ത് ഒന്നുമില്ല സാർ. പിന്നെ എന്തിനാണ് നീ ചെക്ക് പോസ്റ്റിൽ കാശ് കൊടുത്തത്? സാർ ഞാൻ RC ബുക്ക് എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാ സാർ. അതിന് 1000 നോട്ട് കൊടുക്കണം. സാർ, എന്താണോ? എല്ലാം ചെക്ക് ചെയ്തു. ഇതിൽ കോഴി അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. നിന്നെയൊക്കെ തെളിവ് സത് എന്തെങ്കിലും എന്റെ കിട്ടും. പോ, പോ. നിർത്തോ. എന്താ സാർ? പോവാൻ വരട്ടെ. പിടിക്കണോ അവനെ? സാർ എനിക്കൊന്നും അറിയില്ല. സാർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. എനിക്കറിയില്ല സാർ. ആരുടെയാടാ ലോഡ്? പറയടാ. പറയില്ല സാറേ. ഇവറ്റകളെ തല്ലിക്കൊന്നാല് സത്യം പറയില്ല സാറേ, അതാ വർഗം. താനാരാ? ചാണ്ടിച്ചനെന്നാ പേര്. നാട്ടുകാരെന്നെ ഭായിന്ന് വിളിക്കും. ഓ, നിങ്ങളാണല്ലേ ബായ്. ആ, ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക. പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ. വിട്ടേക്ക്. തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര്? ഏയ്, തന്റെ ലോഡാണോ അവര് കടത്തിയത്? ഏയ്, പിന്നെ തന്റെ അളിയന്മാരാണോ അവര്? എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല. നമുക്ക് 1 2 3 ഇടപാടാ. വളച്ചുകെട്ടില്ലാതെ ചോദിക്കുക, മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ? മോൻ ഇരിക്കേ, ഭായി പറയട്ടെ. തന്നോടാരാ ഇരിക്കാൻ പറഞ്ഞത്? സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ? ഇരുന്നാട്ടെ. എഴുന്നേക്കടോ. ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാർ, ഇവന്റെ ലോറി ലോഡുമാ പിടിച്ചെടുത്തത്. RC പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. ഇവൻ എന്റെ ബിനാമിയാ. ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ. തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് SI-മാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട്. യവന്മാരെ പിടിച്ച് ലോക്കപ്പിലിടോ. സാർ, നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. സൂക്ഷിക്കണം സാർ. ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. എന്താ അവർക്ക് ഗുണ്ടായിസുണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും. ഒന്നിനും ആരും സാക്ഷി പറയില്ല, കംപ്ലൈന്റും ചെയ്യില്ല സാർ. ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ നിറച്ചത്? അതെ. അളവ് കുറഞ്ഞോ? കുറവൊന്നുമില്ല. ഹലോ പരമശിവം, എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്നാ, വയ ദുബായ്. ആ, നോക്കട്ടെ. ഭായ്, എന്തു പറ്റി? എന്താ ഭായ് ഇത്? നമ്മുടെ 47 64 ലോറി പോലീസ് പിടിച്ചു. കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ SI. ഗോപാലിനെ ചെയ്യോ? ഗോപാലനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ശിവ, ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏത് ഉടയതമ്പരന്റെ മോനായാലും ശരി, ഭായത്തല്ലേ അവന്റെ കൈയിന് പൊങ്ങില്ല. വാച്ചായ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവൻ വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ അങ്ങ് തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണം അവനെ. അല്ല ബായ്, ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ, പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം.
എന്താണ് വിശേഷം? അനിയന്റെ കഥ. അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയെന്ന്. വാളയാറാ? അപ്പൊ അവിടുത്തെ പുതിയ എസ് ഐ നിന്റെ അനിയൻ തന്നെ. അവന്റെ കൈയും കാലം തല്ലി പിടിക്കാനാ നീ ആളെ വിട്ടത്. പൊറിച്ചു ഉണ്ണി. ഇറങ്ങല്ലേ. എന്താ? നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. എടാ, അവൻ എന്റെ അനിയൻ തന്നെയാ. ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബായ്. എന്തായടാ ശിവ, ആ എസ് ഐയെ തല്ലി ആശുപത്രിയിലാക്കിയോടാ? ബായ്, തല്ലാൻ പോയവര് തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായ്, ബായിയെ തല്ലേ എസ് ഐ ഇല്ലേ ബായ്? അവൻ എന്റെ ബായിയാണ് ബായ്. അതെ ബായ്. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞ ബായിയുടെയും ബായല്ലേ ബായ്? ബായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായ്? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായ്. ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവനെ അറിഞ്ഞടാ. നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലവും ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല പോന്നേക്കണത്. നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. പിന്നെ നീ കേട്ടാമണ പെണ്ണില്ലേ അവിടെ വന്നിട്ടുണ്ട്. ഗോപിക്ക് സൂക്ഷിച്ച്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി. നിന്നെ മതിയമ്മേ. മിണ്ടാണ്ടിരിക്കടാ. അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. നശിച്ച് നാറാണക്കല്ലേ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ. മോളെ ഗോപികേ, മോളെ ഇത്തിരി ചൂടുവെള്ളം കൂടി എടുത്തോ. ദാ വരുന്നമ്മേ. മതിയടി. മോള് പോയി കിടന്നോ. ഒച്ചണ്ടാക്കല്ലേ. പ്രായം കുറവാണല്ലോ. നോക്കണ്ട. ഇവിടെ നടക്കുന്നത് വല്ലത് അറിയണ്ടോ? വേണ്ട. ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ട്. അതന്വേഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത സാധനം. അയ്യോടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ കേട്ടോ പക്ഷേ. നാരായണ, ഒരു ചായ. ഒരു ചായ അവിടെ കൊടുത്തേ. അലോൺ അപ്പൊ പുറത്തിറങ്ങി? ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ജോസഫ്, നമ്മൾ തമ്മിൽ ചില കണക്കുകൾ ബാക്കിയില്ലേ? ഉണ്ടല്ലോ.
ഹലോ. ഇവിടെ മാർക്കറ്റിൽ ഭയങ്കര അടി കിടക്കുക. എടാ പോലീസ്! വണ്ടി എടുത്ത് മാറ്റിക്കോ. കുറച്ചു എന്താണോ എന്താ പ്രശ്നം? ഇൻസ്പെക്ടർ, പരമശിവനെ കുത്തിയത് ഇതുവഴി ചാടിക്കോ. എന്താ ശിവ? ബായ്, എന്റെ പിന്നാലെ പോലീസുണ്ട്. ആരെന്താ ചോദിച്ചാൽ എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. എന്താ ഇൻസ്പെക്ടർ സാറേ ഈ വഴിയൊക്കെ? പരമശിവത്തെ എവിടെ ഒളിപ്പിച്ചത്? ഏത് പരമശിവം? കമോൺ സെർച്ച്. സാർ, എന്തായടോ? ഇവിടെ എങ്ങും ആരുമില്ല സാർ. എന്താ ഇൻസ്പെക്ടർ, എന്താ ഇത്? സെർച്ച് ചെയ്യാണെന്ന് മനസ്സിലായില്ലേ? വീട് സെർച്ച് ചെയ്യാൻ വാറന്റുണ്ടോ? ഇല്ല. പിന്നെ ഓരോ തുള്ളി വെള്ളവും വിലപ്പെട്ടതാ, അത് പാഴാക്കരുത്. പിന്നെ സ്പിരിറ്റ് കടത്തലിന് പരമശിവത്തിനെതിരായ തെളിവുകളൊന്നും ഇല്ല എന്റെ കയ്യിൽ. പക്ഷെ ഇപ്പോ ഒരു കുത്തു കേസുണ്ട്. അത് വെച്ച് ഞാൻ അവനെ പൊക്കിയിരിക്കും. ഓർമ്മയുണ്ടല്ലോ എന്റെ കൈയിന്റെ ബലം. വാടോ. ഒരു സെക്കൻഡോട് കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ പങ്കുവൻ തന്നെ ശവമായിട്ട് എന്റെ ബായി. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല, അവൻ മിടുക്കനാ അല്ല ബായ്. തന്റെ അനിയനായതുകൊണ്ട് പറയാ. തടി കേടാണ്ടെങ്കിൽ അവനോട് രക്ഷപ്പെട്ടോളം പറ. ബായ്, നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഞാൻ അവനെ കാസർകോട്ടേക്കോ അട്ടപ്പാടിയിലേക്കോ സ്ഥലം മാറ്റിക്കോളാം. അതുവരെ അവനെ ഉപദ്രവിക്കരുത്. ബായ്ക്ക് ഈ ജോണിയെ പോലെ എനിക്ക് അവൻ. അത് ശരി, നീ കുളിക്കാനാണോ മുകളിലേക്ക് ഓടിപ്പോയത്? പോടാ, നിന്നെ അവരാരെങ്കിലും കണ്ടോ? കാണാതെ തന്നെ എന്തൊരു ചവിട്ടാ ചവിട്ടിയത്. അപ്പൊ കണ്ടിരുന്നെങ്കിലാ. തൽക്കാലം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറിയിക്കാം. ബായ്, അവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരൂ.